ദൈവനാമത്തിന് മഹത്വം. Glory to the name of the Lord. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഈ രണ്ടാമത്തെ ദിവസവും ദൈവവചനത്തിന്റെ ചുറ്റാകെ ആയിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. Today God enabled us in the second day also to come near to His word. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ ബേറും സാഗ് ബേറും സംസാരിച്ചു. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിരിക്കുകയും പ്രിയപ്പെട്ടവരോടുള്ള കടപ്പാട് സ്നേഹവും അറിയിക്കുകയും ചെയ്യും. Yesterday Brother Victor and Brother Zach spoke, and today I am also glad to speak, and I thank to God to give this opportunity to speak with all of you. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഗൾഫ് കോൺഫറൻസിന്റെ തീമായിട്ട് എടുത്തിരിക്കുന്നത് ശിഷ്യത്വവും വിശ്വാസവും എന്നതാണ്. Our theme for the Gulf Conference is discipleship and faith. ശിഷ്യത്വവും വിശ്വാസവും അത് തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? How it is connected, that is discipleship and faith. നമുക്ക് ഇതിനെ കുറിച്ചൊരു വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം. In relation with this, we can read a verse which our Jesus Christ told. It is from 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. John chapter 8 verse number 31 says, Jesus was saying to those Jews who had believed in him, if you continue in my word, and then you are truly disciples of mine, and you will know the truth, and the truth will make you free. ഈ വാക്യത്തെ നമ്മൾ മറുവശത്തുകൂടെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു സത്യം കണ്ടെത്താൻ കഴിയും. If we see the other side of this truth, we can see another thing. അതായത് നമുക്കൊരു സ്വാതന്ത്ര്യം ശിഷ്യത്വത്തിലൂടെയാണ്. ശിഷ്യത്വം വചനത്തിന്റെ ഭാഗമാണ്. So we get the freedom by knowing the truth, and the truth is a part of the word. അപ്പൊ നോക്കുക, ദൈവവചനത്തിൽ നിലനിൽക്കുന്നു, ശിഷ്യരാകുന്നു, ശിഷ്യത്വം സ്വതന്ത്രരാക്കുന്നു. See, abiding in the word of God make us free, and the freedom will make us truth. The freedom will make us free. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ സ്വതന്ത്രരായ ആളുകളായിരിക്കണമെന്നാണ്. What God's intention for us that we have to be people with full of freedom. നമ്മള് ഈ ലോകത്താണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സ്വതന്ത്രരായ ആളുകളായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. We are living in this world, but God's intention that we are to live like Jesus with full freedom. നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് ശിഷ്യത്വത്തിലൂടെയാണ്. How we can come into this liberty, that freedom? It is only through the discipleship. ഈ ശിഷ്യത്വത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ കാണുകയും വേണം. If we want to see that, we have to see the word in accordance with the discipleship. അപ്പൊ കണ്ടോ, ദൈവവചനം, ശിഷ്യത്വം, സ്വാതന്ത്ര്യം. See, now what are the things we can see here? The word of God, discipleship, and the freedom. നമ്മൾ പലപ്പോഴും ശിഷ്യത്വം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു അവസാനമാണെന്ന് ചിന്തിക്കും. We are thinking that discipleship itself is an end. അങ്ങനെയല്ല. ശിഷ്യത്വം അതിൽ തന്നെ ഒരു അവസാനമല്ല, അതൊരു മാർഗമാണ്, സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം. It is not an end. It is a way. It is a way to freedom. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മളോട് ബോധ്യമാക്കാനായിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളെ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. For that, what Jesus is telling that, then you are truly my disciples, and you will know the truth, and the truth will set you free. നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നിങ്ങള് സ്വതന്ത്രരാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയുക? Suppose if somebody asks you, are you free people? What answer you will say? നമ്മൾ പറയും, അയ്യോ ഞങ്ങൾ സ്വതന്ത്രരാ, ഞങ്ങൾ ആരുടെയും അടിമകളല്ല.
We will say like this: we are free people. We are not the slaves of someone. കർത്താവ് ഇത് പറഞ്ഞപ്പോ കേട്ട പരീശന്മാരും ഇത് തന്നെ പറഞ്ഞത്, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ ആരുടെ ദാസന്മാരല്ല എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ അവർ പറയും. So when the Pharisees heard this, they are telling the same thing: we are free people and we are not slaves of anyone. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വതന്ത്രരായ മനുഷ്യരാണ്. Are we truly the people with full freedom? നമ്മൾ പറയും പാപത്തിൽ നിന്നൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയുടെ ഭാഗമാണ് എന്നൊക്കെ നമ്മൾ പറയും. Maybe we may be telling that we have been saved and we are a part of the church, we are baptized and we have a lot of victories over sin also. We are free from sin also. എന്നാൽ സത്യത്തില് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും യേശുവിനെ പോലെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? But when we can ask this question, are we came to a situation where we are free in all areas like Jesus Christ? നമ്മൾ പലപ്പോഴും ഈ ലോക മനുഷ്യരോട് സുവിശേഷം പറയുമ്പോൾ നമ്മൾ പറയുന്നത്, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചാൽ അതോടെ നിങ്ങളുടെ ജീവിതം വളരെ സ്വാതന്ത്ര്യമുള്ളതായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും എന്നാണ് നമ്മൾ അവരുടെ മുമ്പാകെ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത്. When we share the gospel to the unbelievers, what we are telling, if you receive Jesus Christ, your life will be full of freedom. സ്വാതന്ത്ര്യമുള്ളതായിരിക്കും, അതുപോലെ തന്നെ സന്തോഷമുള്ളതായിരിക്കും എന്നൊക്കെ നമ്മൾ അവരോട് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്ന നമ്മുടെ ജീവിതം തന്നെ വേണ്ടത്ര സ്വാതന്ത്ര്യവും സന്തോഷവും ഉള്ളതാണ്. So what we are telling people, not only the freedom, we are telling that it will be full of joy. But if we think to ourselves, is our life which we all came to faith, do we have enough freedom and joy in our life? മറ്റുള്ളവര് നമ്മളോട് വേണ്ട വിധത്തിൽ പെരുമാറിയില്ലെങ്കിൽ ലോകമനുഷ്യരും പിണങ്ങും, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മളും ഉള്ളിൽ പിണങ്ങും. Suppose if some people are not behaving with us properly, the worldly people will have problem. Also, we also have the same issue. If somebody not behaving us properly, we will also have problems. ലോകമനുഷ്യരും സത്യത്തിൽ അവരുടെ ഈഗോയുടെ തടവുകാരാണ്. വിശ്വാസികളെന്ന് പറയുന്നവരെ നമ്മൾ അടുത്തറിയുമ്പോൾ അവരിൽ പലരും അവരവരുടെ ഈഗോയുടെ തടവുകാരാണ്. When we speak about the worldly people, they are the slaves of their ego. And about believers also, they also have the same problem. They are also the slaves of the ego. അങ്ങനെയാണെങ്കിൽ സുവിശേഷം നമുക്ക് തരുമെന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യം എവിടെയാണ്? ഇത് വെറുതെ ഒരു വെറും ഒരു വാഗ്ദാനം മാത്രമായിരുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്? See, when we say that the gospel is sharing, is telling us, is promising us, there is a freedom. But where is the freedom? Is there any fault in that? പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ പറയാം, യഥാർത്ഥത്തിൽ ദൈവവചനം സുവിശേഷം ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ അത് ശിഷ്യത്വത്തിലൂടെയാണ് അതിനുള്ള മാർഗം കർത്താവ് വെച്ചിരിക്കുന്നത്. But if we want to really experience this freedom, we have to come to discipleship, and through discipleship we can enter this freedom. ഈ ഒരു ശിഷ്യത്വത്തെ വേണ്ട വിധത്തില് സ്വീകരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സഭയുടെ അംഗമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് പലരും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാതിരിക്കുന്നു. Because if you are not seriously taking this, that is the reason, even after many years, we could not able to achieve this freedom. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശിഷ്യത്വത്തിന്റെ പടികള് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. We can think about the steps which Jesus himself told about the discipleship. ഇന്നലെ രാത്രി സാഗ്ബേർ ആ വാക്യങ്ങള് ഒന്ന് വേഗത്തിൽ വായിച്ചല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. Yesterday evening, Zach brother also shared about these verses. It is from Mark chapter 14, from verse number 25 onwards. ഏറിയ പുരുഷാരം അവനോട് പോരുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്റെ ശിഷ്യരായിരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് എന്റെ ശിഷ്യരായിരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് എന്റെ ശിഷ്യരായിരിക്കാൻ കഴിയുകയില്ല എന്ന 3 വട്ടം പറയുന്നു. Now when large crowds were following him, he turned and said to them, you cannot be my disciple, you cannot be my disciple, you cannot be my disciple 3 times. അതായത് അതിന്റെ 27-ാം വാക്യത്തിൽ
നിങ്ങൾക്ക് ശിഷ്യരായിരിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് പറയുന്നു. അതിന്റെ 26-ാം വാക്യം, 27-ാം വാക്യം, 34-ാം വാക്യം, മൂന്നിടത്ത് കഴിയുകയില്ല 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 എന്ന് കർത്താവ് പറയും. The three verses which is mentioned on 27, 26 and 34, in these three areas Jesus is telling you cannot, you cannot, you cannot. അപ്പോ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? What was the desire in the God's heart? തന്റെ പിന്നാലെ ഏറിയ പുരുഷാരം വരണമെന്നുള്ളതല്ല കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. The desire of Jesus is not that a lot of people should come after him. മറിച്ച് തന്നോടൊപ്പം വരുന്നവര് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വന്ന് അതിന്റെ സ്വാതന്ത്ര്യം കൈയാളുന്നവരായിരിക്കണം. ഇതായിരുന്നു കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യം. What was the intention of Jesus' heart was, it's not many people who should follow him, but the people who coming after him should attain that freedom in their life. അതിനുശേഷം കർത്താവ് ആ പാരഗ്രാഫില് ശിഷ്യത്വത്തിന്റെ 3 പടികള് നമുക്ക് അക്കമിട്ട് മനസ്സിലാക്കാവുന്ന വിധത്തിൽ പ്രസ്താവിക്കുകയാണ്. Now Jesus is telling 3 steps by numbering it one by one. ലൂക്കോസ് 14:26 പറയുന്നു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Verse number 26 says, if anyone comes to me and does not hate his own father, mother and wife and children and brothers and sisters, yes, and even his own life, he cannot be my disciple. അപ്പോ കർത്താവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒന്നാമത് അവന്റെ ബന്ധങ്ങളുടെ മേൽ ഒരു വേർപിരിയൽ ആവശ്യമുണ്ട്. If a person wants to become a disciple of Jesus Christ, he have to detach from his relationship. രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷം 14:33 നമ്മൾ വായിക്കുന്നു, ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. In verse number 33, we can see that, so then none of you can be my disciple who does not give up all his own possessions. തനിക്കുള്ളത്, തന്റെ സമ്പാദ്യങ്ങള്, തന്റേതെന്ന് താൻ കരുതുന്ന കാര്യങ്ങള്, അതിനോട് ഒരു വേർപിരിയല് ശിഷ്യത്വത്തിന് ആവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. This verse explains that if a person, if he is not detaching from his wealth or his possession, which he thinks that the items which he is having his own, so he have to have a detached from all these things. This is that the meaning of this verse. അപ്പോ നമ്മൾ കണ്ടു, ബന്ധങ്ങളോട് ഒരു വേർപിരിയൽ ആവശ്യമാണ്, വസ്തുവകകളോട് ഒരു വേർപിരിയൽ ആവശ്യമാണ്. Now what we saw that we need a detachment from relationship, we need a detachment from possessions. മൂന്നാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 14:27 തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോ അതിന്റെ തൊട്ടു മുകളിലുള്ള സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നത് ഈ 2 കാര്യങ്ങൾ കൂട്ടി വായിക്കണം. When we read verse number 27, whoever does not carry his own cross and come after me cannot be my disciple. When we read that, we have to read the last part in the verse number 26, that he have to, even his own life, he have to hate his own life, then only he can be my disciple. പ്രിയപ്പെട്ടവരെ, ക്രൂശ് നമുക്കെതിരെയാണ്. Beloved, the cross is against us. തന്റെ ക്രൂശ് എന്ന് പറയുന്നത് തന്റെ തന്നെ സ്വാഭാവിക ഇഷ്ടങ്ങൾക്കെതിരെ ഒരാള് എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒന്നാണ് തന്റെ ക്രൂശ്. അത് സ്വന്തം ജീവനെതിരെയാണ്. His own cross means it is something which we are taking against our own desires. That means the cross, our own cross is we are living against us. അപ്പോ നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. ഒന്ന്, ബന്ധങ്ങളോട് ഒരു ആരോഗ്യകരമായ വേർപിരിയൽ, വസ്തുവകകളോട് ഒരു ആരോഗ്യകരമായ വേർപിരിയൽ, അതുപോലെ തന്നെ സ്വയത്തോട് തന്നെ, തന്നോട് തന്നെ, സ്വന്തം ജീവനെതിരെ ഒരു ക്രൂശ് എടുക്കുന്ന അനുഭവം. ഈ 3 കാര്യങ്ങളാണ് ശിഷ്യത്വത്തിന്റെ യഥാക്രമം 3 പടികൾ. See, when we say these, the 3 steps, if we can count it like 1, 2, 3, we can see that first things, a healthy detachment from relationship. The second one, a healthy detach from possessions. And the third one,
taking up the cross, that means we have to take a stand against ourselves. ഇന്ന് ക്രിസ്തീയ ലോകം ഏറ്റവും കൂടുതൽ സത്യത്തിൽ പേടിക്കുന്ന ഒരു കാര്യം ഈ ശിഷ്യത്വത്തിന്റെ സന്ദേശം. In the Christian world, what they are scared about is about this, the same message, about the message of discipleship. അവര് വിചാരിക്കുന്നത് ഒരു ശിഷ്യനാണെങ്കിൽ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെ എല്ലാം വിടണം, വസ്തുവകകൾ വിറ്റുകളയണം, ക്രൂശ് എടുക്കണം, ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ ഒക്കും, ഇങ്ങനെ വലിയ മനുഷ്യന് ജീവിക്കാൻ ഒക്കുമോ എന്നാണ് അവര് ചിന്തിക്കുന്നത്. What these people are thinking, that when they hear about these things, they may be thinking that, oh, we have to leave our parents, we have to leave our possession, we have to sell all those things, and it will be a miserable life. എന്നാൽ നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ചില മതങ്ങളിലൊക്കെ ഉള്ളതുപോലെ, ചില ഹിന്ദു മതത്തിലോ ബുദ്ധമതത്തിലോ ഉള്ളതുപോലെ കുടുംബത്തെയൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോകുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയത. See, if you think that if in other religions you can see that they are leaving their parents, they are leaving all their possession, they are going to Himalaya. It is not like that. അതുപോലെ തന്നെ വസ്തുവകകളോടുള്ള വേർപിരിയൽ എന്ന് വെച്ചാൽ ഇതെല്ലാം വിറ്റ് നമ്മള് ഒരു വീടും ഉപയോഗിക്കരുത്, ഒരു കാറും ഉപയോഗിക്കരുത്, ജോലിക്കും പോകരുത്, ഒരു സന്യാസിയെ പോലെ ആകണം, അങ്ങനെയല്ല. What is the meaning of leaving the possession? That doesn't mean that we have to sell our property, we have to sell our car, and we have to leave our job. It is not like that. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകം ഈ ശിഷ്യത്വത്തിന്റെ ഈ 3 പടികളെ തെറ്റായി ധരിച്ച് അവരതിനെ ഭയപ്പെടുകയാണ്. So the Christian world is wrongly understood this message, and they are very scared about this message. എന്താ ഇതിന്റെ അർത്ഥം? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളും സഹോദരന്മാരും സഹോദരികളും ഒന്നും കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു തടസ്സമായി വരരുത്. കർത്താവും നമുക്കും ഇടയില് ഇതൊരു തടസ്സമായി ഈ ബന്ധങ്ങൾ വരരുത്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. What's God's intention is that our parents, our brothers, sisters, wives, children should not come between you and your God. നമുക്ക് ഏറ്റവും സുപ്രീമായ ലവ് എന്ന് പറയുന്നത് ദൈവത്തോടായിരിക്കണം, ബന്ധങ്ങളൊക്കെ അതിന് താഴെയായിരിക്കണം. For most supreme love should be with God, and all other love should be below that. ഈ ലോകത്തിലെ ബന്ധങ്ങള് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഇടയ്ക്ക് കടന്നു വരുമ്പോൾ ശക്തമായി നോ എന്ന് പറയാൻ ഒരു ശിഷ്യന് കഴിയണം. അതാണ് ഒന്നാമത്തെ പടി. The first step is that when love from this world or anything related to the world comes between your love towards God, we should say no. That is the first step. അല്ലാതെ ശിഷ്യനായി ഇനി അപ്പന്റെ അമ്മയുടെയും കാര്യം ഒന്നും നോക്കണ്ട, അവർക്ക് പ്രായമായ അവർക്ക് ചെലവിനുള്ള പൈസ ഗൾഫിൽ നിന്നൊന്നും അയച്ചു കൊടുക്കണ്ട, ആ നിലയിലല്ല, മറിച്ച് അവരുടെ കാര്യം ഒരു യഥാർത്ഥ ശിഷ്യൻ കൂടുതൽ താല്പര്യത്തോടെ നോക്കും. It doesn't mean that now we should not take care of our father or parents, or we should not send money to our parents. It doesn't mean like that. It's when we taking the discipleship, we can love our parents in a much better way. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പടി. The second step is that if you does not give up all possession, we cannot be a disciple. അതും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതെല്ലാം വിറ്റ് നേരെ അങ്ങ് കാശിക്ക് പോകുന്ന ഒരു അനുഭവമല്ല, മറിച്ച് ഇതിനോട് മനസ്സുകൊണ്ട് ആരോഗ്യകരമായ ഒരു വേർപിരിയലാണ് ആവശ്യം. It doesn't mean that we have to sell all our properties and we go for a pilgrimage. It's not like that. We have to have a healthy detachment from our possessions. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ താന് പടകിൽ യാത്ര ചെയ്യുമ്പോൾ താന് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാം. It is mentioned in the Mark. It was about the story of Jesus going in a boat. When I read that, it's really encouraging. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് പടകിൽ ഉറങ്ങുമ്പോൾ താൻ ഒരു തലയണ വെച്ചാണ് ഉറങ്ങുന്നത് എന്നവിടെ വായിക്കുന്നു. In Mark chapter 14, verse number 38, we can see that Jesus is sleeping in the stern of the boat and he is using a cushion there.
മർക്കോസ് 4:38, 4-ാം അധ്യായം 38-ാം വാക്യം. Mark 4:38. ഇതേ കാര്യം തന്നെ മത്തായി 8-ാം അധ്യായത്തിന്റെ 24 പറയുമ്പോൾ അവിടെ തലയണെ കുറിച്ച് പറയുന്നില്ല, കർത്താവ് ഉറങ്ങി എന്ന് മാത്രമേ പറയുന്നു. The same thing is repeated in Matthew 8:24, but there it is not mentioned about the cushion. There it's only mentioned that Jesus was sleeping. നമുക്കറിയാമല്ലോ, മർക്കോസിന്റെ സുവിശേഷം അപ്പോസ്തലനായ പത്രോസാണ് ഇതിന് ദൃക്സാക്ഷിയായി. പത്രോസിൽ നിന്ന് കേട്ടാണ് മർക്കോസ് ഇത് രേഖപ്പെടുത്തിയത്. You know that the Mark, actually this gospel was shared by Peter because he saw all the things and he was sharing this Mark, and Mark recorded this. അപ്പൊ പത്രോസും അവിടെ ഉണ്ടായിരുന്നു. പത്രോസ് ഈ കാര്യം കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കി മനസ്സിലാക്കിയപ്പോ കർത്താവ് പടകി വെറുതെ കിടക്കുകയല്ല, ഒരു തലയണ വെച്ചാണ് ഉറങ്ങുന്നത് എന്ന് പത്രോസ് കണ്ടെത്തി മർക്കോസിനോട് അത് പറഞ്ഞു. മർക്കോസ് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി. See, Peter was also there in that incident, and when Peter was carefully watching, he saw that Jesus was sleeping on a cushion. So he mentioned that to Mark, and Mark clearly mentioned that particular thing in this gospel. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ കർത്താവ് ഒരു തലയണ അവിടെ വെച്ച് ഉറങ്ങാനിടയായത്? Why Jesus used that cushion and slept there? അവിടെ ആ പടയിൽ അന്നേരം ഒരു തലയണ ഉണ്ടായിരുന്നു. ഉറങ്ങാൻ നേരത്തെ ആ തലയണ എടുത്തു വെച്ചു. അതിൽ തെറ്റൊന്നുമില്ല. See, Jesus got a pillow there that time and he used it. There is nothing wrong in that. അവിടെ ഒരു തലയണ ഉണ്ടെങ്കിലും ഞാന് തലയണയിലൊന്നും തലവെക്കുകയില്ല എന്ന് പറഞ്ഞ് വെറുതെ കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നില്ല. കർത്താവ് നോക്കുക, തനിക്കുള്ള സൗകര്യങ്ങളെ താൻ ഉപയോഗിച്ചു. See, what we can see from Jesus that he is not a person like, even if there is a pillow, he will not say like this that, oh, I don't use pillow. But he is a person who use the facilities. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മറുവശവും നമ്മൾ ഓർക്കണം. തലയണയില്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയില്ല എന്നൊരു നിലപാടുമില്ല. തലയണയില്ലെങ്കിൽ തലയണയില്ലാതെ ഉറങ്ങും. So we have to see the other side of it. That means if you not have a pillow, you should not say that without pillow I will not sleep. If you don't have a pillow, you should sleep without a pillow. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വസ്തുവകകളോടുള്ള ആരോഗ്യകരമായ വേർപിരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ളതിനെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഹൃദയത്തിൽ നിന്ന് അതിനോടൊരു മമതയില്ല. See, what we mean that we have to detach, and a healthy detachment from possession means whatever God is given us, we can use that, but we should not have an attachment in our heart towards that particular thing. നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കാം, നമുക്കൊരു കാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷേ അതിനോട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അതിനോട് ഒരു പരിധി കവിഞ്ഞ് കർത്താവിനുള്ളതിനേക്കാൾ കവിഞ്ഞ പ്രിയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. Suppose if you have a house or a car or a mobile phone, we can use it, but we should not have an attachment more than what we should not have a more attachment towards it more than God. ഇന്ന് നമ്മളെ ദൈവശിഷ്യരായിട്ട് വിളിച്ചിരിക്കുമ്പോൾ നമുക്കുള്ള സാധനങ്ങൾ തന്നെയാണ്, ദൈവം നമുക്ക് തന്നത് തന്നെയാണ്, പക്ഷെ അതിനോട് ദൈവത്തോടുള്ളതിൽ കവിഞ്ഞുള്ള ഒരു പ്രിയം നമുക്കുണ്ടെങ്കിൽ അതിലൊരു ആരോഗ്യകരമായ വേർപിരിയൽ ആവശ്യമാണ്. See, all these things are given by God, but if we have an attachment towards it more than that of God, then we should have a healthy detachment from all our possessions. മൂന്നാമത് നമ്മൾ കണ്ടത്, ശിഷ്യത്വത്തിന്റെ മൂന്നാമത്തെ പടി, നമുക്കെതിരെ തന്നെ നമ്മുടെ സ്വയത്തിനെതിരെ തന്നെ നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം. അതാണ് തന്റെ കൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല, സ്വന്തം ജീവനെ കൂടെ പായിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. See, the third thing is taking up the cross. So that means that we have to take a stand against our own desires, our own life. സ്വയസ്നേഹം, നമ്മളോട് തന്നെയുള്ള ആ സ്നേഹം 2 തീമോഥെയോസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്വയസ്നേഹം ദൈവികമായ ഒരു കാര്യമല്ല, അന്ത്യകാലത്ത് ലോകമനുഷ്യർക്കുള്ള ഒരു കാര്യമായിട്ടാണ് സ്വയസ്നേഹം പറഞ്ഞിരിക്കുന്നത്. In 2 Timothy, we can see that self-love. It is mentioned there in relation with the worldly people. എന്നാൽ നമുക്ക് നമ്മളോടുള്ള ഒരു സ്വയസ്നേഹം കർത്താവിനേക്കാൾ കവിഞ്ഞു വരുമ്പോൾ അവിടെ നമ്മൾ ഒരു ക്രൂശ് എടുക്കേണ്ടതായിട്ടുണ്ട്. When our self-love is going beyond our love towards God, then we have to take the cross there. നമുക്ക് സത്യത്തിൽ ഈ ലോകത്ത്, ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, നമുക്ക്
സത്യത്തിൽ ഒരൊറ്റ എതിരാളിയേ ഉള്ളൂ. അതാരാ? അത് അയൽക്കാരനല്ല, ഓഫീസിലെ മേലുദ്യോഗസ്ഥനല്ല, മറിച്ച് നമ്മൾ തന്നെയാണ്, നമ്മുടെ സ്വയം തന്നെയാണ് നമുക്കുള്ള ഒരേ ഒരു എതിരാളി. Sometimes I think like this, who is our enemy? It is not our neighbor, it is not our boss, but ourself is our enemy. Sometimes I think like this. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയും, അതിന്റെ മുൻപാകെ മാനസാന്തരപ്പെടാനായിട്ട് കഴിയും. Suppose if we have a sin in our life, we can easily find it out and we can repent about it. എന്നാൽ നമ്മുടെ സ്വയം ഒരളവിൽ പാപത്തെക്കാളും നമ്മളെ ചതിക്കുന്ന ഒന്നാണ്. But our self is more deceitful than sin. അത് നമ്മൾ ഒരു പാപമായിട്ട് വേണ്ടതുപോലെ തിരിച്ചറിയുകയില്ല. മനുഷ്യരല്ലേ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം നമ്മൾ മുറുകെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ ന്യായീകരിക്കുന്നത് ഒരു തെറ്റായിട്ട് ഇന്ന് ആളുകൾ കാണുന്നില്ല. See, when we see our own self, we may be thinking that, oh, we are living in this world, then we are justifying it. All people are like that, so many things will come like that. We will hold on to the things like that relating to our own life. കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, സഭയിൽ വരുന്നുണ്ട്, പക്ഷെ പലരുടെയും യജമാനൻ അവരുടെ ഈഗോ തന്നെയാണ്. See, people receive Jesus Christ, they got baptized, they are coming to the church, but their ego is their master. അവരുടെ ഈഗോയെ ഏതെങ്കിലും തരത്തിൽ ചെറുതായി ഒന്ന് സ്പർശിച്ചാൽ അവരുടനെ തന്നെ പാമ്പ് പത്തി ഉയർത്തുന്നത് പോലെ അവരെ ഹൃദയത്തിൽ അവരെ ക്ഷുഭിതരാകും. See, suppose if somebody comes and touches their life, it immediately that time their self life will become activated and they became upset. ആളുകൾ പറയും, ആ മീറ്റിംഗ് കഴിഞ്ഞപ്പം ആ സഹോദരന് എനിക്ക് കൈ തന്നില്ല, മറ്റേയാൾക്കാ കൈ കൊടുക്കും. People will say like that. കാര്യങ്ങളിലാണ് ആളുകൾ അവരുടെ ആ ഈഗോയുടെ ആ കാര്യങ്ങൾ വരുന്നത്. See, people may sometimes say like this: after the meeting, that brother did not shake his hand with me, he did with that other brother. So in small things our ego is coming out. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമ്പോ ചിലര് കർത്താവിന്റെ തന്നെ ഒരു വചനം ഉദ്ധരിച്ച് പറയും, ബ്രദറെ, നമ്മളെ തന്നെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. Sometimes when this kind of situation comes, sometimes we will say that Bible itself say that we have to love ourselves. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 22-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന 39-ാമത്തെ വാക്യമാണ് അവർ ഉദ്ധരിക്കുക. See, the people will quote verse number 39. You shall love your neighbor as yourself. അപ്പോ കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. അങ്ങനല്ലേ നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കണ്ടേ? അപ്പൊ നമ്മളെ സ്നേഹിക്കണ്ടേ? ഇതാണ് ചോദ്യം. The argument is that the verse says that you have to love your neighbor as yourself. So if you want to love your neighbor, first you have to love yourself. The same way you can love your neighbor. അങ്ങനെ വരുമ്പോ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചില നിലപാടുകൾ എടുക്കുന്നതിൽ ഒന്നും ഒരു തെറ്റും പലരും കാണുന്നില്ല. To protect that, so some people are not seeing any issues with taking a step for that and protecting our own things, and these kind of things, they are not seeing any issues. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമ്മൾ എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത്? So if that is the case, then how we will explain this verse? പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കണം, പക്ഷേ നമ്മുടെ ഈ ലൗകികമായ സ്വയത്തെ അല്ല, നമ്മുടെ നിത്യതയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ നിത്യതയെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടുകാരന്റെ നിത്യതയും സ്നേഹിക്കണം എന്ന് വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകും. In a quick way, what I can say that we should not love ourselves in a worldly way, but we should love in connection with eternity, and the same way we have to think about our neighbor, our friend. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നിത്യതയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ നിത്യതയെ നമ്മൾ സ്നേഹിക്കുന്നു, അതേപോലെ തന്നെ കൂട്ടുകാരന്റെ നിത്യതയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലാതെ ഈ ലോക ജീവിതത്തിലെ സ്വയത്തെ അല്ല, ഈഗോയെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്.
I want to make it more clear that what is the meaning of it, that we should love our life in connection with eternity, and we should love our neighbor in connection with eternity. It's not connected with our love towards our ego or anything pertaining in this life. നമ്മള് ശിഷ്യത്വത്തിന്റെ 3 പടികൾ വളരെ വേഗത്തിൽ പറയുകയായിരുന്നല്ലോ. So we were telling the 3 steps of discipleship quickly. ഈ 3 കാര്യങ്ങളും നമ്മളെ സത്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നു. Actually, these 3 things leading us to liberty or freedom. നമ്മുടെ ബന്ധങ്ങള് നമ്മുടെ കാലെ ചുറ്റുന്ന നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒന്നായിരിക്കേയില്ല. നമ്മുടെ സമ്പാദ്യങ്ങൾ അങ്ങനെ ആയിരിക്കേയില്ല. നമ്മുടെ സ്വയവും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒന്നായിരിക്കേയില്ല. നമ്മൾ ഇതിൽ നിന്ന് 3-ൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി. So these 3 things, our relationship, our possession, our own life should not be a chain that is pulling us back. പ്രിയപ്പെട്ടവരെ, കർത്താവാണല്ലോ ഈ ലോകത്ത് ജീവിച്ചതിൽ ഏറ്റവും സ്വതന്ത്രനായ മനുഷ്യനെന്ന് നമ്മൾ പറഞ്ഞത്. So what we are saying, that Jesus was a person who lived with full freedom. ഈ ശിഷ്യത്വത്തിന്റെ 3 പടികൾ വെച്ച് കർത്താവിന്റെ ജീവിതത്തെ വളരെ വേഗത്തിൽ ഒന്ന് നോക്കിയാൽ കർത്താവും ഈ കാര്യങ്ങളിലൊക്കെ വളരെ സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. When we say like that, if you check these 3 things in Jesus' life, we can also see that in these 3 areas he was a person with full freedom. യേശു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ തന്റെ മാതാവ് മറിയോട് പറയുന്നു, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ. In the Gospel of John, chapter 2, verse number 4, Jesus is telling to his mother Mary, "Woman, what does that have to do with us?" താൻ എപ്പോഴാണ് ആ കാനാവിൽ ആ അത്ഭുതം ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പിതാവാണ് തീരുമാനിക്കുന്നത്. പിതാവ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനുഷിക നിലയിൽ സ്വാധീനിച്ച് അത് ചെയ്യാനോ ഒക്കെ പ്രേരിപ്പിക്കുന്ന മാതാവിനോട് കർത്താവ് കണ്ടോ, ആ ബന്ധത്തോട് കർത്താവ് ആരോഗ്യകരമായ ഒരു വേർപിരിയൽ, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അമ്മയുടെ സ്ഥാനത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. See, you can see in the miracle of Cana, what Jesus is waiting for the time from his father to do that miracle. When his mother coming there and approaching in a human way, he is stopping her mother by saying this and keeping that person in her position. കണ്ടോ, അതായത് പാരമ്പര്യം പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി അധികം കഴിയുന്നതിന് മുമ്പ് ജോസഫ് നേരത്തെ മരിച്ചുപോയി, ഈ വിധവയായ മറിയയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ മൂത്ത മകനായ യേശുവിന് അമ്മയോട് മാനുഷികമായിട്ട് വളരെ സ്നേഹവും കടപ്പാടും തോന്നേണ്ടതാണ്. What the tradition says that Joseph died so early, so Mary was the only person. She suffered to raise all these children. As a first son, Jesus should have more attachment towards his mother. എന്നാൽ തന്റെ പിതാവിന്റെ ഹിതത്തിന്റെ ഇടയിലേക്ക് ഈ ലോകത്തിലെ അമ്മയാണെങ്കിൽ ഒരു ബന്ധമാണെങ്കിലും കടന്നു വരാൻ തുടങ്ങിയപ്പോൾ കർത്താവോടെ കൃത്യമായ നിലപാടെടുക്കുന്നു. See what Jesus took. He took a stand when his own mother, his own earthly relationship came in his relation between his father. He took a stand there. അതേസമയം ഇതേ കർത്താവ് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാന് മറിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. So the same Jesus in Gospel of John, chapter 19, verse number 27 and 28, in his crucifixion time, he is telling to Mary that this is your son. കണ്ടോ, അതായത് ബന്ധങ്ങളോടുള്ള വേർപിരിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കേണ്ടെന്നല്ല. കർത്താവ് താനെ ക്രൂശിക്കപ്പെട്ട് കടന്നു പോകാൻ നേരത്ത് തന്റെ മാതാവിനെ ഉത്തരവാദിത്തമുള്ള ഒരു മകൻ എന്നുള്ള നിലയിൽ തന്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ കരുതൽ, ആ സ്നേഹം തനിക്ക് അവിടെ ഉണ്ട്. So what that means that when he became a disciple, that doesn't mean that we are irresponsible towards our parents, but as a responsible son, he is giving his mother into the hands of his disciple and he is fulfilling his commitment there. നമ്മുടെ ജീവിതത്തിലും നമ്മള് ബന്ധങ്ങളോട് ആരോഗ്യകരമായ ഒരു വേർപിരിയൽ ഉള്ളപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ സഹായിക്കാനുമുള്ള ചുമതലയിൽ നിന്ന് നമ്മൾ മാറിക്കളയരുത്. അതല്ല ദൈവഹിതം.
അത് ചെയ്യേണ്ടത് ചെയ്യണം. പക്ഷേ ദൈവഹിതത്തിന് എതിരെ വരുമ്പോഴാണ് ഒരു നിലപാടെടുക്കേണ്ടത്. What is the meaning of healthy detachment? That doesn't mean that whenever they are in a need, we should do our part. We should help them. We should do all the things which is right for them. We should take care of them. But when they come in between us and God, we should take a stand. യേശുവിന്റെ ജീവിതത്തിൽ ഈ ഭൗതികമായ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എന്ന് പറയുന്ന ആ ഭൗതിക വസ്തുക്കളോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു? How is in connection with the possessions, to detach from the possession? What was Jesus' stand about that? യേശു പറയുന്നുണ്ടല്ലോ, എന്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ 18:36. In John chapter 18, verse number 36, Jesus is telling like that, my kingdom is not of this world. യേശുവിനെ അവര് കുറച്ചുപേര് രാജാവാക്കാൻ വന്നു. പക്ഷെ യേശു അവിടെ നിന്നു കൊടുത്തില്ല. യേശു അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. We also see that when some people try to make Jesus as king, they did not allow that he escaped from that place. ഈ ലോകത്ത് മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നും പറഞ്ഞത് കർത്താവ് തന്നെയാണ്. The same Jesus told that the Son of Man is not having a place to lie his head. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകത്തിലെ സമ്പാദ്യങ്ങൾ, വസ്തുവകകൾ, അതിനും യേശുവിൽ ആ നിലയിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. What I am trying to say that the worldly things, possession, or these kind of things is not having any position or place in Jesus' life. അതുപോലെ ശിഷ്യത്വത്തിന്റെ മൂന്നാമത്തെ പടിയായ സ്വയത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പേര് വലുതാക്കണമെന്നോ താൻ അറിയപ്പെടണമെന്നോ യേശു ആഗ്രഹിച്ചില്ല. പല അത്ഭുതങ്ങൾ ചെയ്ത ശേഷവും ഇത് ആരോടും പറയരുത് എന്നാണ് യേശു പറയുന്നത്. The third factor about our self-life, and Jesus also took a stand there after doing many miracles. He was telling to the people that you should not tell this to any other person. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ശിഷ്യത്വത്തിന്റെ ആ 3 പടികളും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യേശുവിൽ അത് ശരിയായിരുന്നത് കൊണ്ട് യേശുവിന് ആളുകളോടും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു നിലപാടെടുക്കാൻ കഴിയും. See, in relation to the 3 steps of discipleship, even Jesus took all these things, so he could able to take a stand with the people who are coming in front of him. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തില് യേശു ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. We can see in Gospel of John chapter 17, we can see that Jesus is saying something. അതിന്റെ 17-ന്റെ 2-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും തന്റെ ആളുകളെ കുറിച്ച് യേശു പറയുന്നത്, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്നാണ്. See, in the Gospel of John chapter 17 verses 2, 6, 9, about the people who are with Jesus, about that Jesus is telling, Father, you are the one who gave these people to me. അവരോട് ഒരു മാനുഷികമായ അടുപ്പമില്ല. ഇവരെയൊക്കെ ദൈവം പിതാവ് എനിക്ക് തന്നതാണ് എന്ന ആരോഗ്യകരമായ ഒരു ബന്ധമാണ് യേശു സൂക്ഷിച്ചിരുന്നത്. Towards his own people, Jesus never had a human way of relationship. What he was seeing that all these people were given by God, so he had a healthy relationship with them. ആ അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ 17-ന്റെ 4-ൽ കർത്താവ് പറയുന്നു, പിതാവേ നീ എനിക്ക് തന്ന പ്രവർത്തികൾ. അപ്പൊ കണ്ടോ, സ്വന്തം പ്രവർത്തികളിലോട് പോലും യേശുവിന് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അതുപോലും പിതാവ് എനിക്ക് തന്ന പ്രവർത്തികൾ എന്ന് മാറി നിന്ന് കാണാൻ തനിക്ക് കഴിയും. In verse number 17:4, what Jesus is telling about his own work, he is telling that, Lord, Father, you are the one who gave this work and I accomplished it, and he is giving glory to the Lord. So for his own work also, he is not having any attachment. തന്റെ വായിലുണ്ടായിരുന്ന താൻ പറഞ്ഞ വചനങ്ങളെ കുറിച്ച് തന്നെ കർത്താവ് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നീ എനിക്ക് തന്ന വചനം എന്ന് യേശു പറയുന്നതായിട്ട്. In verse number 8, what he was telling about his own words come from his mouth. He is telling that for the words which you gave me, I have given to them. അപ്പൊ കണ്ടോ, തന്റെ ആളുകൾ പിതാവ് തന്നവരാണ്, തന്റെ പ്രവൃത്തി പിതാവ് തന്നതാണ്, തന്റെ വാക്കുകൾ പിതാവ് തന്നതാണ്. See here, what we can three things is on people,
his work, and his words. അതുപോലെ തന്നെ അതിന്റെ All these three things were given by the Father. എന്നിട്ട് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നീ എനിക്ക് തന്നതെല്ലാം, എനിക്കുള്ള എല്ലാം നിന്റേതാണ് എന്നവിടെ ഏറ്റുപറയുന്നു. So what Jesus is confessing here in verse number 7, now they have come to know that everything you have given me is from you. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു എന്ന പൂർണ്ണ സമർപ്പണത്തിന്റെ ആ വാക്കുകളും നമുക്ക് വായിക്കാൻ കഴിയും. In verse number 10, we can see that Jesus is telling, all things that are mine are yours, and yours are mine. And here we can see that his complete surrender to the Lord. കണ്ടോ, അപ്പോ തന്റെ വാക്കുകളും തന്റെ പ്രവൃത്തികളും തന്റെ ആളുകളും തനിക്കുള്ളതും എല്ലാം അതിനോടൊരു മാനുഷികമായ അടുപ്പമില്ല, അതെല്ലാം പിതാവ് തന്നവർ എന്നുള്ള നിലയിലാണ് താൻ ഉപയോഗപ്പെടുത്തുന്നത്. See, what we can see here, his own people, his own works, his own words, and his own properties. Jesus is not having any earthly connection and a human connection, but what the way he is looking into that all these things are given by Father. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലെ ശിഷ്യത്വത്തിന്റെ പടിയിലൂടെ നമ്മൾ കടന്നുപോയാൽ, നമ്മളെ സംബന്ധിച്ച് ഇതൊരു യാഥാർത്ഥ്യമായി തീർന്നാൽ, നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിക്കും, ആളുകളെ ഉപയോഗിക്കും, ആളുകളോട് ബന്ധപ്പെടും, പല കാര്യങ്ങൾ പറയും, പക്ഷെ ഇതിനോടൊന്നും നമുക്കൊരു മാനുഷികമായ നിലയിൽ ഒരു അടുപ്പമില്ല. ഇതെല്ലാം പിതാവ് എനിക്ക് തന്നത് എന്നുള്ള ഒരു ഏറ്റുപറച്ചിലായിരിക്കും നമ്മുടെ. But if you're going through the way of discipleship, we may be using all the people, other facilities, but we will be confessing like this, all these things are given by God the Father. യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവന് പൂർണ്ണമായിട്ട് തകരപ്പെട്ട ഒരുവനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. We read about Jesus like he was a fully broken person. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഹിതമായി എന്ന് യെശയ്യാവ് 53:10 നമ്മൾ വായിക്കുന്നല്ലോ. In Isaiah chapter 53, verse number 10, it is mentioned like that, but the Lord was pleased to crush him. അത് കേവലം കാൽവരി ക്രൂശിലെ കഷ്ടതകൾ മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഉടനീളം ഈ നിലയിൽ പിതാവിന്റെ മുൻപാകെ ജീവിച്ചത് കൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം താനൊരു ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരു തകർച്ച മൂലം മാറി നിന്ന ഒരുവനായിരുന്നു യേശു. ആ സ്വാതന്ത്ര്യം കൈയാളിയവനായിരുന്നു എന്ന് കാണാൻ കഴിയും. What we can see here in this verse, when we read that it is not only the thing what has happened in Calvary cross, but in his whole life, he was having a relationship with people as a broken person. Like he was detached from all those things, and he had that freedom in his life. യേശു ജീവിച്ചപ്പോൾ തന്റെ സഹോദരങ്ങൾ പോലും യേശുവിനെ പലപ്പോഴും വിശ്വസിച്ചില്ല. ഇന്നലെ നമ്മൾ വിക്ടർ ബ്രദർ പറയുന്നത് കേട്ടു. Yesterday we heard from Brother Victor that when his own brothers were not believing in him. അവന്റെ സ്വന്തം നഗരത്തിലുള്ളവര് കർത്താവിനെ കുറിച്ച് ഇഷ്ടം തോന്നിയപ്പോൾ യോസഫിന്റെ മകനെന്ന് പറഞ്ഞു, ഇഷ്ടം തോന്നാഞ്ഞപ്പോൾ മറിയയുടെ മകനെന്നാ വിളിച്ചത്. See, the people in his village was saying about them, when they liked him, they told that he was a son of Joseph. When the people were against him, they told him that he is a son of Mary. കണ്ടോ, മറിയയുടെ മകൻ എന്ന് പറയുന്നതിന്റെ അകത്തെ ദുസൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. When the people say that the son of Mary, we know that what is their intention. അപ്പോ സ്വന്തം സഹോദരന്മാർ, സ്വന്തം പിതൃ നഗരത്തിലുള്ള ആളുകൾ, ഇവരാലൊക്കെ തള്ളിക്കളയപ്പെടുന്നവനായിരുന്നു കർത്താവ്. പക്ഷെ കർത്താവിനെ അതൊന്നും ബാധിച്ചില്ല. താന് തകർന്നു നുറുങ്ങിയുള്ള ഒരുവനായിരുന്നു. അതുകൊണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശിഷ്യത്വത്തിന്റെ പടികളൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായിരുന്നു. താൻ സ്വതന്ത്രമായിട്ട് ഇതിന്റെ മുൻപാകെ നടക്കാനിടയായി. See, we can see that in his life, from his brothers, from the people of his own town, they were rejected him. But he was not affected with this because he was a broken person. So he was having that life of discipleship, and he had the life of freedom. So he was not affected with any of these issues.
പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിന്റെ ഈ 3 പടികളെ കുറിച്ച് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി, ഇതോടെ ഞാൻ ഈ ശിഷ്യനായി തീർന്നു എന്നാണോ നമ്മൾ കരുതുന്നത്? So what we are thinking about ourselves when we understood these 3 things, we may be thinking that I am a disciple. Are you thinking like that? അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ ദിനംതോറും വരാത്ത ഒരുവന്. അപ്പൊ ഇതൊരു തുടരുന്ന ഒരു പ്രോസസ്സാണ്. It is not like that. It is saying that the verse says that you have to take up your cross and you have to follow me on a daily basis. So it's not a one kind of thing, but it is a continuous thing. നമ്മള് രക്ഷിക്കപ്പെട്ടത് ചിലപ്പോൾ നമുക്കൊരു തീയതി പറയാനുണ്ടാവും, സ്നാനപ്പെട്ടത് ഒരു തീയതി പറയാനുണ്ടാവും. പക്ഷെ ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ ശിഷ്യനായി, അങ്ങനെ പറയുമ്പോൾ അവിടെ എന്തോ ഒരു പൊരുത്തക്കേട്. See, we can say that on such and such day I was born again, on so and so day I took baptism. But when we say that on that day I became a disciple, means if you say like that, then there is a problem. ഇവിടെ നമ്മൾ കാണുന്നത് തന്റെ ക്രൂശ് എടുത്ത് ദിനംതോറും എന്റെ പിന്നാലെ വരിക, ഇതൊരു തുടരുന്ന ഒരു പ്രോസസ്സാണ്. ഈ തകർച്ചയും ഈ ശിഷ്യത്വത്തിൽ കൂടുതൽ ആകുന്നതും ഒരു മുന്നോട്ടുള്ള ഒരു പുരോഗമനപരമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. See, when we say that you have to take up your cross and we have to move forward, it is a life of brokenness and it is a progressive life. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ശിഷ്യത്വത്തിലേക്കുള്ള വഴി അങ്ങനെ കടക്കുമ്പോൾ നമ്മൾ തകർച്ച അറിയാതെ നമുക്ക് ഈ ശിഷ്യത്വത്തിന്റെ ഈ 3 പടികളിലേക്ക് കടക്കാനായിട്ട് കഴിയില്ല. When we say about these 3 steps, without brokenness, we cannot go through this. പ്രിയപ്പെട്ടവരെ, നമ്മള് മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് യേശുവിന്റെ പാദത്തിൽ ഒരു സ്ത്രീയെ തൈലം പൂശിയ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. In Mark 14, we can see that a lady who anointed Jesus' foot with oil. നമ്മള് ഇന്ന് ശിഷ്യത്വത്തിന്റെ ഒരു വഴിയില് നമ്മുടെ ബന്ധങ്ങളോടും നമ്മുടെ വസ്തുവകകളോടും നമ്മളോട് തന്നെയും നോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ തന്നെ ഒഴുക്കിക്കളയുമ്പം ലോകം പറയും ഇതൊരു വെറും ചെലവാണെന്ന് പറയും. When we say that our detachment towards a relationship, and detachment towards possession and detachment towards our own life, when we take these stands, the world will say this is all the waste of time. നമ്മള് മർക്കോസ് 14-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളില് ആ സ്ത്രീയെ സ്വച്ഛജടമാംസി തൈലവുമായിട്ട് വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. In Mark chapter 14, verse number, see that the woman came with the alabaster jar, a very costly perfume of pure nard, and she broke the flask and poured it over his head. ഇതേ കാര്യം തന്നെ മത്തായി 26-ലും യോഹന്നാൻ 12-ലും അല്പസ്വല്പം വ്യത്യാസത്തോടെ നമുക്ക് കാണാനായിട്ട് കഴിയും. The same verse we can see in Matthew chapter 26 and John chapter 12 in a slightly different way. കാര്യം ഇതേ കാര്യം തന്നെയാണ് അവരെല്ലാം കൊണ്ടുവന്ന് അവര് പറയുന്നത്. ഒരു സ്ത്രീ എന്ത് ചെയ്തു? കർത്താവിന്റെ പാദത്തില്, കർത്താവിന്റെ തലയില്, ശരീരത്തില് ഒക്കെ ആ സ്വച്ഛജടമാംസി തൈലം അത് പൂശി ഭരണി തകർത്ത് അവൾ അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അവിടെ നമ്മൾ കാണുന്നത്. See, what in all these gospels, what they are trying to say, that some people telling that it's on their head, some people telling it's on foot, and some people saying it's on the body. What it's seeing that one woman came with an expensive perfume and she broke it and anointed Jesus. കണ്ടോ, അവളുടെ ജീവിതത്തില് വളരെ നാളുകൾ കൊണ്ട് സമ്പാദിച്ചതെല്ലാം ആ വിലയുള്ള ആ സ്വച്ഛജടമാംസി തൈലം അതുള്ള ഭരണി സഹിതം പൊട്ടിച്ച് തകർത്ത് കർത്താവിന്റെ തലയിൽ ഒഴിച്ച് കർത്താവിന്റെ മേൽ പൂശുന്ന ഒരു സന്ദർഭം. See, we can see this incident that this woman who worked very hard and with all her money, she bought this alabaster jar with expensive perfume. With the jar itself, she broke the jar and the perfume, and we can see that she anointed that perfume on Jesus Christ. നമ്മളും ഈ ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന പാത്രത്തെ ഒരളവില് തകർത്ത് കർത്താവിന്റെ പാദത്തില് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
Actually, when we following this way of discipleship, in one way, what we can say that the jar that is our life, we can break it and we can give it in the foot of Jesus Christ. ഇത് ഈ സ്ത്രീ ഇത് ചെയ്തത് കണ്ടു നിന്ന ആളുകളൊക്കെ പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിനാണ്? When the people who saw this, what they were telling that, why is this waste? വെറും ചെലവെന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനത്തിന് 1000 രൂപ കൊടുത്താൽ ലോകം പറയും അത് വെറും ചെലവാണെന്ന് പറയും. What is the meaning of waste of money? Suppose if we get an item with 10 rupees, and if you are spending 1000 for that, then the worldly people will say it's a waste of money. ഈ 300-ലധികം വെള്ളിക്കാശ് ഇവന്റെ ഈ തച്ചന്റെ പാദത്തിൽ തകർത്തുകളയത്തക്കവണ്ണം ഈ സ്ത്രീ അതിനൊരുമ്പെട്ടത് ഈ ലോകത്തിന്റെ മുമ്പാകെ അതെന്തായിരുന്നു? അതൊരു വെറും ചെലവായിരുന്നു. When she spent more than 300 silver coins in the she spent that much money to buy this perfume, and she broke it in front of this carpenter. When the worldly people see that, they are telling it's a waste of money. ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് ഈ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബാഹ്യലോകം പുറലോകം പറയും എന്തോ ഒരു സാധ്യതയുള്ള പയ്യനായിരുന്നു, അവന്റെ ജീവിതം കളഞ്ഞു എന്നാ പറയുക. When we give our life to Jesus Christ, what is the worldly people will say? Oh, this person was a very good person, now he's wasting his life. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ, ഇവിടെ ശിഷ്യന്മാരും പറഞ്ഞു, ശിഷ്യന്മാരും അതിനെക്കുറിച്ച് മുഷിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. Here we can see that we are reading that even the disciples also was upset about this thing. മത്തായി 26:8. Matthew 26:8. ഇതിനെക്കുറിച്ച് ആദ്യം യോഹന്നാന്റെ സുവിശേഷം 12 നമ്മൾ വായിക്കുന്നത് ഇസ്കരിയോത്ത യൂദയാണ് ഇതിനെതിരെ ആദ്യം ശബ്ദം ഉയർത്തിയത് എന്നാണ് നമ്മൾ കാണുന്നത്. In Gospel of John chapter 12, the first person who raised the voice was Judas. കാര്യം യൂദായ്ക്ക് പണത്തിന്റെ വില അറിയാമായിരുന്നു, പണം സൂക്ഷിപ്പുകാരനായിരുന്നു, അതിൽ നിന്ന് പണം എടുക്കുന്ന ആളായിരുന്നു, ഓരോന്നിനുമുള്ള വില അവന് കൃത്യമായിട്ട് അറിയായിരുന്നു. അവന്റെ നോട്ടത്തിൽ ഇത് വെറും ചെലവാണ്. Judas was a person who was taking care of the money. He was using money. He know the value of money. So for him, it is a waste of money. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, ഇസ്കരിയോത്ത യൂദ ഒരിക്കൽ പോലും തന്റെ ജീവിതത്തിൽ യേശുവിനെ കർത്താവ് എന്ന് സംബോധന ചെയ്തിട്ടില്ല. If you carefully check the Bible, we can see that Judas Iscariot never called Jesus as Lord. അവനെ കർത്താവ് എന്ന് കണ്ട ആ നിലയിൽ അങ്ങനെ ഒരു ദൈവം മുമ്പാകെ ഒരു സമർപ്പണം ഇല്ലാത്ത ഇസ്കരിയോത്ത യൂദായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും ചെലവാണ്. For Judas Iscariot, he was not a person who submitted his life in front of Jesus. So for him, it is a waste of money. അത് കേട്ടപ്പോൾ മറ്റു ശിഷ്യന്മാരും മുഷിഞ്ഞു എന്ന മത്തായി 26:8 നമ്മൾ വായിക്കുന്നു. In Matthew 26:8 sees that even when they heard from Judas, other disciples also said that it's a waste of money. എന്നാൽ യേശു ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? But what Jesus said about it? യേശു അതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. Jesus actually appreciated this thing. യേശു പറഞ്ഞു, അവള് മുമ്പ് കൂട്ടി എന്റെ ദേഹത്ത് തൈലം തേച്ചു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. What Jesus was telling that she has anointed my body beforehand. കാരണം അതിനുശേഷം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ സ്ത്രീകളെ യേശുവിനെ സുഗന്ധം പൂശാനായിട്ട് ചെല്ലുന്നത് നമ്മൾ വായിക്കുന്നു. In Mark, Gospel of Mark, chapter 16, initial verses, we can see that the women were going to anoint Jesus. എന്നാ അവിടെ ചെന്ന ആ സ്ത്രീകൾക്ക് യേശുവിന്റെ ശരീരത്തിൽ തൈലം പൂശാൻ കഴിഞ്ഞോ? But how they able to do this? ഇല്ല, കഴിഞ്ഞില്ല. കാരണം കർത്താവ് അതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റു. But what happened there? When they went there, before that, Jesus already risen. അപ്പോ യേശുവിന്റെ ശരീരത്ത് മുമ്പുകൂട്ടി തൈലം തേക്കാൻ കഴിഞ്ഞത് ഈ 14-ാം അധ്യായത്തിലെ ആ സ്ത്രീക്ക് മാത്രമാണ്. But who could able to anoint Jesus before? The only person who could anoint Jesus beforehand was this person who mentioned in Gospel of Mark chapter 14. പ്രിയപ്പെട്ടവരെ, കർത്താവ് രണ്ടാമത് വരുമ്പോ നമ്മളെല്ലാം ചെന്ന് കർത്താവിനെ ആശ്ലേഷിക്കും.
when Jesus Christ comes back again in his second coming, we all will go and we will hug Jesus. എന്നാൽ അന്ന് നമുക്ക് നമ്മുടെ ജീവിതം തകർത്ത് അവനെ തൈലം പൂശാൻ കഴിയില്ല. അത് ഇന്ന് ഈ ജീവിതത്തിലാണ് അതിനുള്ള അവസരം. But that time we cannot break our life, or we cannot break that, we cannot do by breaking the jar and anoint Jesus. That is only possible in this earthly life. നമ്മൾ നമ്മുടെ ജീവിതം ഒരളവിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ പകുതി മനസ്കരായ മറ്റു വിശ്വാസികളുടെ ദൃഷ്ടിയിലൊക്കെ നമ്മൾ വെറുതെ പാഴാക്കി കളയുകയാണ്. In front of the worldly people, in front of the half-hearted believers, we are wasting our life. എന്നാൽ കർത്താവ് പറയുന്നു, യഥാർത്ഥ സുവിശേഷം പോകുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു പാഴാക്കലിന്റെ സന്ദേശം കൂടെ പോകണം. അതിന്റെ 9-ാമത്തെ വാക്യം 14:9 കർത്താവ് അങ്ങനെ പറയുന്നു. In Gospel of Mark chapter 14 verse number, he is saying that, truly I say to you, whenever the gospel is preached to the whole world, what this woman has done will also be spoken in memory of her. വാച്ച്മൻ എന്ന് പറയുന്ന ദേവദാസൻ അതിനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യഥാർത്ഥ സുവിശേഷത്തോടൊപ്പം ഈ നിലയിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പാഴാക്കലിന്റെ സന്ദേശം കൂടെ പോണം. അതിനെ തമ്മിൽ വേർപിരിക്കാനായിട്ട് കഴിയില്ല. ഈ വാക്യം 9-ാമത്തെ വാക്യം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. When the watchman was telling about this verse, when the gospel is preached, along with that, this waste of things also will be proclaimed. പ്രിയപ്പെട്ടവരെ, അവിടെ അവളെ കുറിച്ച് പറയുന്ന ആ കൊച്ചു വാക്യം, അതിന്റെ 7-ന്റെ അവസാന വാക്യം, അവൾ തന്നാൽ ആവതി ചെയ്തു. About her, it is mentioned in the verse number 7. But last portion, she did what she could. She did what she could. Yeah. അവൾ തന്നാൽ ആവതി ചെയ്തു. നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും കഴിയില്ലായിരിക്കും. പക്ഷെ അവന്റെ പാദത്തിൽ നമ്മുടെ ജീവിതം അർപ്പിച്ച് ആ നിലയിൽ അവനെ ഇന്ന് നമുക്ക് മുൻപ് കൂട്ടി തൈലം തേക്കാനായിട്ട് കഴിയും. So she could do what she could able to do. Same way, we may not be able to do many great things, but what we can do whatever we are able to do, whatever we could able to do, and in that way we could able to anoint his feet. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ വന്ന് ദേവദാസികൾക്ക് വേണ്ടി ആ നിലയിൽ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് എമി കാർമൈക്കിൾ എന്ന് പറഞ്ഞ ദേവദാസിയുടെ കല്ലറയില് ഒരു വചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൾ തന്നാൽ ആവതി ചെയ്തു എന്ന് പറയുന്നത്. About Amy Carmichael, who worked in India, in her tomb it is mentioned that the same thing about that woman, whatever she could able to do, she did. അവളുടെ കല്ലറയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്ന ഒരു വചനം, അവളെ കൊണ്ടാകുന്നത് അവൾ ചെയ്തു. നമ്മളെ കൊണ്ടും നമുക്ക് ഒരു കാര്യം കഴിയും, വലിയ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് അവന്റെ പാദത്തിൽ തകർത്ത് കളയാൻ കഴിയും. About her, in her tomb it is mentioned she could do whatever she could able to do. About us also, we may not be able to do great things, but what we can do, whatever we can do, we can break our life and we can give it in the feet of Jesus Christ. പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിന്റെ ഈ വഴിയിൽ, ഈ തകർച്ചയുടെ ഈ വഴിയിൽ നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ തകർത്ത് കളയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ ജീവിക്കുക. When we going through the ways of discipleship, when we breaking our own life, actually we are having the life of liberty, the life of freedom. ഞാൻ വിശ്വാസത്തെ കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. Now I am going to share about faith and I am closing this session. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ജീവിതത്തിന് വിശ്വാസം ആവശ്യമാണ്. For this life we need faith. ഇങ്ങനെ തകർത്ത് കളയുന്ന ഒരു ജീവിതം, ബന്ധങ്ങളോട് വേർപിരിയലുള്ള ഒരു ജീവിതം, ഇതൊക്കെ ഈ ലോകത്തെ പേടിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കഴിയും? When we heard about the 3 steps, detachment from relation, the property and all those things, when the world hear about this, they are scared about it. But how it is possible for us? യഥാർത്ഥത്തിൽ ഉള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. By having a real faith only we can take this kind of life. നമ്മള് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ
പ്രാരംഭവാക്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. So in Hebrews chapter 12, verse number 2, it's mentioned that fixing our eyes on Jesus, the author and the perfecter of faith. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്തിന്റെ നായകൻ എന്നാണ്. Here he is telling about the author of faith. നമ്മള് വായിക്കുന്നത് അതിന്റെ തുടക്കക്കാരനും വിശ്വാസത്തിന്റെ രചയിതാവും അതിനെ പൂർത്തിയാക്കുന്നവനും. ഇങ്ങനെ ഒരു വിശ്വാസം നമുക്ക് തരാന്നതും കർത്താവാണ്, അതിനെ പൂർത്തിയാക്കുന്നതും കർത്താവാണ്, വിശ്വാസത്തിന്റെ നായകൻ. When we read about Jesus, he is the author and the perfecter of faith. Who can give this life? This is the one who is the author, that is Jesus, and who is perfecting it. He is the same Jesus. ഈ യേശുവിനെ നോക്കുക. Look into this Jesus, or fix our eyes on this Jesus. യേശു ഈ ലോകത്ത് ഇങ്ങനെയാണ് ജീവിച്ചത്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. താന് സ്വതന്ത്രനായ ഒരു മനുഷ്യനായിട്ടാണ് നടന്നത്. തകർന്ന ഒരുവനായിരുന്നു. നമുക്കും അങ്ങനെ നടക്കാൻ കഴിയും. അവനെ നോക്കുക. See, Jesus who had this life was a broken person who enjoyed the life of freedom. So when we live in this on this earth, we can also look into this Jesus Christ. വിശ്വാസത്തിന്റെ നായകൻ എന്നിവിടെ 12:2 പറഞ്ഞിരിക്കുമ്പോൾ എബ്രായർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രക്ഷയുടെ നായകൻ, രക്ഷാനായകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. See, in Hebrews 12 it is mentioned about the author of our salvation, then author of our faith. Then in Hebrews 2 it is mentioned about the author of our salvation. രക്ഷാനായകൻ, ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. രക്ഷാനായകൻ, it is mentioned as captain of our salvation. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിച്ച കർത്താവ് ഈ നിലയിൽ ഒരു ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകാനും നമ്മുടെ നായകനായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. So in our journey we have a captain with us. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും. The person who started a good work in our life, he will complete it. അവനെ നോക്കുക. അവൻ നമ്മളെ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നവനല്ല. See, fix our eyes on him. He will not leave us in between. ഇവിടെ കണ്ടോ, നമ്മള് യേശു എന്ന തന്റെ മാനുഷികമായ പേരാണ് എബ്രായർ 12:2 ഉപയോഗിച്ചത്. In Hebrews chapter 12 verse number 2, the name Jesus, it is connected with his humanity or his human name. യേശു ക്രിസ്തു എന്നോ കർത്താവായ യേശു എന്നോ ഒന്നുമല്ല ഉപയോഗിച്ചേക്കുന്നത്. യേശു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. It is not mentioned about Jesus Christ or Lord Jesus. It is mentioned only as Jesus. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് കേവലം ഗാലറിയിൽ ഇരുന്ന് ഓട്ടക്കാരായ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് എന്താ, നമ്മോടൊപ്പം നമ്മുടെ മുമ്പിൽ ഓടിയവനാണ്. അവിടത്തേക്ക് ഈ ജീവിതത്തിന്റെ പ്രയാസങ്ങള് താൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവനാണ്. He is not a person who is sitting on the gallery and encouraging us, but he is a person who ran in front of us. He experienced the suffering, he experienced the pain. So എബ്രായർ 6:20 നമ്മൾ കാണുന്നത് അവൻ നമ്മുടെ മുൻപിൽ ഓടുന്നവനാണ് എന്നാണല്ലോ. In Hebrews chapter 6 verse number 20, we can see Jesus as a forerunner. ഒരു കളിയിലും ക്യാപ്റ്റൻ മാറി നിൽക്കുകയില്ല. ക്യാപ്റ്റനും ഈ ടീം അംഗങ്ങളോടൊപ്പം ആ കളിക്കളത്തിലുണ്ട്. In a match, never the captain will move away from the team. He's there with the team. നമ്മൾ പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ഈ വിശ്വാസം ഒക്കെ പൂർത്തിയാക്കി ഇപ്പൊ സ്വർഗത്തിൽ ഇരിക്കുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഈ കളി കളിക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് നോക്കാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിലപ്പോ ചിന്തിച്ചു പോകുന്നത്. When we read these verses, what we are thinking that Jesus completed his life and he is in heaven. Now when we living in this earth, when we having our life, sometimes we have to look into Jesus. We may be thinking like this. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ കുറിച്ചുള്ളത് ഇതിന്റെ തലേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായത്തില് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് നമുക്ക് പ്രചോദനമാണ്. See, about those people who is sitting on the gallery, it is mentioned in the verse number 11. Those people are a cloud of witness. They are for our encouragement. എന്നാൽ 12-ാം അധ്യായത്തിൽ പറയുന്ന ഈ യേശു അവിടുന്ന് നമ്മോടൊപ്പം നമുക്ക് മുൻപേ ഓടിക്കൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. അവിടുന്ന് നമ്മുടെ വിഷമങ്ങൾ അറിയുന്നു, നമ്മളെ ആ നിലയിൽ ഉത്സാഹിപ്പിക്കുന്നവനാണ് കർത്താവ്.
about Jesus Christ, who is a foreigner, who is running in front of him, in front of us. He knows our problems and he knows that personally. So he is encouraging us and running in front of us. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് മൂലഭാഷയിൽ ആഗോൺ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ആഗണി, വ്യഥ എന്ന വാക്ക് വന്നിട്ടുള്ളത്. So when we say the word, the life set before us, it is in the exact Praise. scripture place, it is mentioned that the word agor, that means is agony. The word agony came from this word. ഈ ഓട്ടം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നുള്ളതിന് അതൊരു വ്യഥയാണ്. ആ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. So the word it's used here, we have to the life set before us, the race that is set before us. The word here used for that is agony. 1 കൊരിന്ത്യർ 9:24 ഓട്ടക്കളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ വേറൊരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. In 1 Corinthians chapter 9 verse number 21, it is mentioned about running the race, but another word is used there. 2 തീമോഥെയോസ് 4:7 പൗലോസ് തന്റെ ഓട്ടത്തെ കുറിച്ച് പറയുന്നിടത്തും അത് വേറൊരു വാക്കാണ് ഉപയോഗിച്ചത്. In 2 Timothy chapter 4 verse number 7, when Paul is telling about his race, another word is used. എന്നാൽ ഇവിടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മൾ ഓടുക എന്ന് പറയുന്നിടത്ത് ആ വ്യഥ എന്ന് പറയുന്ന ആ മൂലഭാഷയിലുള്ള ആ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നത് നമുക്ക് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. When we see that fixing our eyes on Jesus and running our race, in that area, the running the race, the word is used is agor or agony. When we see that word there, we know the seriousness of this verse. പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടത്തിൽ ഒരു വ്യഥയുണ്ട്, ഒരു വേദനയുണ്ട്. തകർച്ചയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. See, in this race, there is a pain, there is a agony. The brokenness means it's a pain. ബന്ധങ്ങളോട് ഉള്ള വേർപിരിയല്, വസ്തുവകകളോടുള്ള വേർപിരിയല്, സ്വയത്തോട് തന്നെ ഒരു ക്രൂശെടുക്കുന്ന മനോഭാവം, ഇതൊക്കെ വേദനാജനകമാണ്. Detachment from relationship, detachment from possession, and taking up the cross, this is all painful. പക്ഷേ ഈ വേദന അറിയാവുന്നവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. But our captain of the salvation knows this pain. നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 63:8-9 വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവരോടൊപ്പം കഷ്ടപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. So in Isaiah chapter 63 verse number 8 and 9, we can see that he was afflicted with them. കണ്ടോ, അവനോടൊപ്പം ആ സമൂഹദൂതനും കഷ്ടപ്പെട്ടു. Here we can see that the angel of his presence saved them, and in all their affliction he was afflicted. നമ്മള് 1 കൊരിന്ത്യർ 10:4 വായിക്കുന്നത് ആ പാറ അവരെ അനുഗമിച്ചു എന്നാണ്. In 1 Corinthians chapter 10 verse number 4, we can see about a rock which followed them. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ഗാലറിയിൽ ഇരിക്കുകയല്ല, കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ഈ വ്യഥയിൽ അവിടുന്ന് പങ്കാളിയാണ്. സഹോദര സഹോദരി, എന്റെയും നിന്റെയും വിഷമം കർത്താവിന് മനസ്സിലാവും. See, what I'm trying to say that Jesus is not sitting in gallery. He is with us. He knows our problems. He knows our pains. നമ്മള് കർത്താവിനോടുള്ള ബന്ധത്തിനെതിരെ വരുന്ന നമ്മുടേതായ ചില ബന്ധങ്ങളോട് നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല. അവര് നമ്മളെ തെറ്റിദ്ധരിച്ചു, നമ്മളെ കളിയാക്കി, നമ്മളെ ഒറ്റപ്പെടുത്തി. ഈ കണ്ണുനീരും വേദനയും വ്യഥയും കർത്താവിന് മനസ്സിലാകും. See, when there is a thing which is coming against our relationship with God, and when we say no to that, we may have problems in our life. Other people will misunderstand us and they will say something, and that makes us pain, and that makes us to cry our tears. All these things Jesus can understand. സഹോദര, നീ നിന്റെ ഓഫീസില് ചില വസ്തുവകകള്, ചില തെറ്റായ നിലയിലുള്ള സാമ്പത്തികമായ ചില ആനുകൂല്യങ്ങളൊക്കെ വന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചപ്പോ അതിന്റെ വിഷമങ്ങള്, അത് വേദനാജനകമാണ്. പക്ഷെ അത് കർത്താവിന് മനസ്സിലാകും.
In your office, when there's an opportunity came for you to attend some money by wrong methods, and when you take a stand and you said no to that, it causes pain, and Jesus can understand that. പ്രിയപ്പെട്ടവരെ, നമ്മളെ പലരും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും നമ്മൾ അവരോട് സ്നേഹമായിട്ട് പെരുമാറി ആ ഘട്ടത്തിൽ നമുക്കുള്ളിൽ വേദനയില്ല എന്ന് കരുതരുത്. നമ്മളും മനുഷ്യരാണ്, നമുക്ക് വേദനയുണ്ട്. പക്ഷെ ആ വേദന മനസ്സിലാകുന്ന ഒരുവനുണ്ട്, വിശ്വാസത്തിന്റെ നായകൻ. അവൻ നമ്മോടൊപ്പമുണ്ട്. See, when other people ridicule us, say something against us, that time when we happily, when we see that situation, but inside our heart there is a pain. But the captain of our salvation knows this. ആ വിഷമത്തിന്റെ സമയത്ത് നമ്മുടെ കർത്താവ് നമ്മെ തന്റെ ചുമലിൽ വഹിക്കും. In that time of distress, that time he will carry us in his shoulders. ആട്ടിൻകുട്ടിയെ തേടി പോയ ഇടയൻ അതിനെ തോളിൽ വഹിച്ചുകൊണ്ട് വീട്ടിലെത്തുവോളം വരുന്ന കാര്യം ലൂക്കോസ് 15 നമ്മൾ വായിക്കുന്നത്. In Luke 15, we see that a shepherd who going after the lost sheep and carrying that sheep on his shoulders and coming back to the home. ആ ആടിനെ അവൻ ഇടയൻ രക്ഷിച്ചു. അവൻ അതിനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ വീട്ടിലെത്തുവോളം ആ ഇടയന്റെ തോളിലാണ് ആ ആട്. See, what we can see that the lost sheep, actually, that the shepherd saved that the sheep and he's bringing back to the house. But while he's bringing back, that sheep is on shepherd's shoulder. ഈ വ്യഥയുടെ ഘട്ടത്തിൽ ഒരു പിതാവിനെ പോലെ തന്റെ കരങ്ങളിൽ അവിടുന്ന് നമ്മളെ വഹിക്കും. In this time of agony, like a father, he carries us. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. Deuteronomy chapter 1 verse number 31. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് കണ്ടുവല്ലോ. Just as a man carries his son in all the way which you have walked until you came into this place, and the Lord God carried you here. യെശയ്യാവ് 63:9 നമ്മൾ കാണുന്നത് അവൻ അവരെ വീണ്ടെടുത്തു, അവൻ പുരാതന കാലത്തൊക്കെയും അവരെ ചുമന്നുകൊണ്ട് നടന്നു. In Isaiah chapter 63 verse number 9, in all their affliction he was afflicted, and the angel of his presence saved them. In his love and in his mercy he redeemed them, and he lifted them and carried them all the days of the old. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, കരങ്ങളിൽ വഹിക്കുന്ന ഇടയനാണ് വിശ്വാസത്തിന്റെ നായകനായിട്ട് നമുക്കുള്ളത്. See, this Lord, the captain of our salvation, in this way he loves us and he carries us. ആ കർത്താവിൽ ആശ്രയിക്കുക. Depend on that Lord. സഹോദരി, നിന്റെ ആരും അറിയാത്ത രംഗങ്ങളിൽ നീ രാത്രിയിൽ പൊഴിച്ച കണ്ണുനീര് കാണുന്ന ഒരുവനുണ്ട്, അവൻ അത് കണക്കിലെടുക്കും. Dear sister, when you wept in the nights and other people didn't see that, but the Lord who sees that, he will count all those things. സഹോദര, നിന്റെ അടുത്ത ബന്ധുക്കളും സ്നേഹിതരും തന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ നിന്റെ അടക്കിപ്പിടിച്ച വേദനകള് അറിയുന്ന ഒരുവനുണ്ട്. ആ വ്യഥ അവന് മനസ്സിലാകും. അവൻ നിന്നെ ഒരു പിതാവ് മകനെ കരങ്ങളിൽ എടുക്കുന്നത് പോലെ എടുത്തുകൊണ്ട് നടക്കും. Dear brother, when your friends and relatives mocked at you and they did not allow you to come closer to you, but that time you felt that pain, but that time your father who knows you will take care of you, and he will, like a son, he will hold you. ആ കർത്താവിനെ ആശ്രയിക്കുന്നതാണ് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. What does faith mean? In that situation, we have to trust the Lord. We have to give our life to the Lord. നമുക്കിന്ന് നമ്മുടെ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കാം. കാരണം നമ്മൾ ഒരു തകർച്ചയുടെ ശിഷ്യത്വത്തിന്റെ വഴിയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നവരാണ്. So we can trust this Lord. We can depend on this Lord because we are the people who are going through the way of discipleship, and we are going in the way of more freedom. ഒരു ദൈവഭക്തനെ കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. I heard a story about a man of God. ആ ദൈവഭക്തൻ തന്റെ ലോകത്തിലെ ജീവിതം കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെത്തിയപ്പോൾ കർത്താവ് അവന്റെ ലോകത്തിലെ ജീവിതത്തിൽ അവൻ പിന്നിട്ട ആ വഴിത്താരെ അവനെ കാണിച്ചു. After his death, he reached heaven, and Lord showed him
the ways he walked in the earth. അവിടെ ആ വഴിത്താരയിലെ രണ്ടുപേരുടെ കാലടിപ്പാടുകൾ ഉണ്ടായിരുന്നു. അവന് മനസ്സിലായി, ഒന്ന് തന്റേതും ഒന്ന് താനോടൊപ്പം നടന്ന കർത്താവിൻ്റെതുമാണെന്ന് അവന് മനസ്സിലായി. When he looked into the way, he saw two footsteps. Then he understood that one was his and one was Lord's. എന്നാൽ അവൻ സൂക്ഷിച്ചു നോക്കിയപ്പം അവന്റെ ജീവിതത്തിൽ വലിയ വ്യഥകളും വലിയ വിഷമങ്ങളും ഉണ്ടായിരുന്ന ചില നാളുകളിൽ ഒരൊറ്റ കാലടി മാത്രമേ കാണുന്നുള്ളൂ. When he carefully examined in his life, when he went through many painful situations and very distress, he can only see one footstep there. ആ വഴിത്താരയിൽ ആ പ്രത്യേക സമയത്ത് കുറച്ചു ദൂരം ഒരൊറ്റ കാലടിയേ ഉള്ളായിരുന്നു. അപ്പൊ അവൻ വിചാരിച്ചു, അയ്യോ കർത്താവ് ആ സമയത്ത്, എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ആ സമയത്ത് എന്നെ വിട്ടിട്ട് മാറിപ്പോയോ എന്നവൻ ചിന്തിച്ചു. He was thinking like that, this was the time I mostly needed the Lord and that time he left me. പക്ഷെ അപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ, അവിടെ കാണുന്ന ഒരൊറ്റ കാലടി എന്ന് പറയുന്നത് അതെന്റേതാണ്. ആ സമയത്ത് ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രത്യേക ദൂരം ഒരൊറ്റ കാലടി മാത്രം കാണുന്നത് എന്ന് കർത്താവ് വിശദീകരിച്ചു കൊടുത്തു. And the Lord was replying to him that in that time, my dear son, it was not your footstep, it was my footstep. That time I was carrying you. പ്രിയപ്പെട്ടവരെ, നമ്മളെ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ പിന്തുടരുന്നു. We are not following a Lord who will leave us in between. നമ്മൾ പൂർണ്ണരാണോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അവനെ ആശ്രയിക്കുക, കർത്താവിൽ ചാരുക. കർത്താവ് ഒരു പിതാവ് മകനെ കരങ്ങളിലെടുത്ത് നടത്തുന്നത് പോലെ നമ്മളെ നടത്തും. It is not you are perfect or not. The main thing is that you have to depend upon the Lord. You have to rely on the Lord. He will take care of us like a son to the father to a son. ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ വചനങ്ങൾ നമ്മൾ ഈ കടന്നു പോകുന്ന പ്രത്യേക വിഷമം പിടിച്ച ഈ കാലഘട്ടത്തിൽ കർത്താവിൽ കൂടുതൽ വിശ്വസിപ്പാനും കർത്താവിൽ ആശ്രയിപ്പാനും നമ്മളെ സഹായിക്കട്ടെ. The word we thought today may help us in our present day situation, in the midst of these troubles, to rely on God and depend upon God and to trust in the Lord. എന്ത് വന്നാലും അവന്റെ പാദത്തിൽ നമ്മുടെ ജീവിതത്തെ തകർത്ത് അവനെ തൈലം പൂശുന്ന ആ ഒരു മനോഹരമായ ആ മാർഗം, അത് നമ്മൾ വിട്ടുപോവുകയില്ല. So whatever happened in our life, let our life like a broken vessel and anointing the feet of Jesus with that oil. നമുക്ക് നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യാം. We can do whatever we can. ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും. He will never leave us. He will bless us. ആമേൻ. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. We can pray now. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Heavenly Father, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. Lord, we have only one life in this earth. ആ ജീവിതം കർത്താവെ അങ്ങയെ പ്രസാദിപ്പിക്കുന്ന നിലയിൽ ജീവിച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. Lord, once again we dedicate our life that we can able to please you, Lord. കർത്താവെ, അവിടുത്തെ വചനത്തിൽ നിലനിന്നാൽ ഞങ്ങൾ ശിഷ്യരായി സത്യമറിയുകയും സത്യത്തിന്റെ സ്വാതന്ത്ര്യം ഉള്ളവരായി ജീവിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. Lord, you say that if you stand on our word, the word will set you free and you will know the truth and the truth will set you free. ഈ വഴിയിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. In this way, once again we dedicate our life to you, Lord. ഞങ്ങളുടെ കണ്ണുനീരുകൾ അവിടുന്ന് കാണുന്നു, അവിടുന്ന് അത് മനസ്സിലാക്കുന്നു. Lord, you see our tears and you can understand that. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അങ്ങിൽ തന്നെ ഞങ്ങളുടെ ദൃഷ്ടികൾ വെച്ച് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ തരണേ. Help us to run this race by fixing our eyes on the author and finisher of our faith, Lord. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക ലോകം കടന്നു പോകുന്ന ഈ വിഷമത്തിന്റെ സാഹചര്യത്തിൽ കർത്താവെ അങ്ങയെ കൂടുതൽ മുറുകെ പിടിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. Lord, when the world is going through this difficult situation, help us to hold on to you more in these days, Lord. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. Thank you for hearing our prayer. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. In the name of Jesus Christ.
we pray. Amen. ഉം.